ഹലോ ഗൈസ്, ഈ മുഖ്യമന്ത്രി കുട്ടികൾ പറയുന്ന മാത്രമേ മുഖ്യമന്ത്രി സഹായിച്ചു കൊടുക്കത്തുള്ളൂ. അല്ല, എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി അടുത്താണ്. സ്ത്രീകൾക്ക് മാത്രം KSRTC ബസ്സിൽ കയറി പോയാൽ മതി? പുരുഷന്മാരെന്താണ് അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരാ? വേറെ വല്ല ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്? പുരുഷന്മാർക്കും സൗജന്യ ബസ് കൊടുത്തേ പറ്റൂ. പുരുഷന്മാർ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് വെള്ളം അടിക്കാനും ഈ ഒരു 10-20 രൂപ ടിക്കറ്റ് എടുക്കേണ്ട, ആ പൈസ വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. ശരാശരി ഒരു കൂലിപ്പണിക്കാരൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 1000-900 രൂപ കുറഞ്ഞതാണെന്ന് പറയുന്നത്. 1000 രൂപ കിട്ടും. 1000 കൂടുതൽ കിട്ടുന്നവരുണ്ട്, കുറഞ്ഞ കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് KSRTC ഫ്രീ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവർ വെള്ളം അടിക്കാതിരിക്കത്തൊന്നുമില്ല. വെള്ളം അടിക്കണമെന്നുള്ളവർ എവിടെ ഇരുന്നാലും അടിക്കും. പിന്നെ അതിലൊന്നും കാര്യമില്ല, അങ്ങനത്തെ ഡയലോഗൊന്നും പറയണ്ട. പിന്നെ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ഉണ്ടാക്കുന്നത് ഇത്ര വലിയ ശരിയുള്ള കാര്യമല്ല. അതിനോട് എനിക്ക് ഇത്ര ഒരു യോജിപ്പില്ല. ഞാൻ ഈ പുരുഷവാദിയോ സ്ത്രീ വിരോധിയോ അങ്ങനെയൊന്നും, ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അതല്ല ന്യായം. കാരണം സ്ത്രീകളും പുരുഷന്മാരും കയറുന്ന ബസ്സിൽ പുരുഷന്മാർ മാത്രം പൈസ കൊടുക്കുക എന്ന് പറയാൻ എന്തോ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. അപ്പം പിന്നെ ഇതൊരുപാട് ദുരുപയോഗം ചെയ്യും, ഉറപ്പായിട്ടും ദുരുപയോഗം ചെയ്യും. ഇപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നവർ മാത്രമല്ല, അപ്പുറത്തെ കുഞ്ഞമ്മയുടെ മാമൻ്റെ വീട്ടിൽ പോകാനും, മാമിയുടെ വീട്ടിൽ പോകാനും, ചിറ്റപ്പൻ്റെ വീട്ടിൽ പോകാനും, റോഡ് സൈഡിൽ താമസിക്കുന്നവർ, വേറൊരു റോഡ് സൈഡിൽ ബന്ധുക്കാരുണ്ടെങ്കിൽ നീ അവിടെ ഇല്ല ഞാൻ വരാം എന്നും പറഞ്ഞ് നേരെ ബസ്സിൽ കയറുന്നു, അവിടെ ഇറങ്ങുന്നു, അവിടെ കയറുന്നു, ഇവിടെ ഇറങ്ങുന്നു. ചിലർ വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ എന്തായാലും ഫ്രീ അല്ലേ അങ്ങനെ പോകാമെന്നും പറഞ്ഞിട്ട് ഓർഡിനറി കയറിയിട്ട് അങ്ങോട്ട് തേരാപ്പാരാൻ നിരങ്ങും. അപ്പോൾ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാനദണ്ഡം വയ്ക്കണം. ഒരു മാനദണ്ഡം വയ്ക്കാൻ പറ്റത്തില്ല. അവർ പറയും ഫ്രീ അല്ലേ, നമുക്ക് തോന്നെടുത്ത് പോകുന്നു. അപ്പോൾ പുരുഷന്മാർക്കൂടെ ഒരു ഫ്രീ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ന്യായം. അതാണ്. അപ്പം നമ്മളിപ്പോൾ അതിപ്പോൾ ഇപ്പോൾ അന്നദാനം നടത്തിയിട്ട് സ്ത്രീകൾ അന്നദാനം ഫ്രീ, പുരുഷന്മാർ അന്നദാനമല്ല പൈസ കൊടുക്കണമെന്ന് പറയുന്ന കണക്കാണ്. അതല്ലേ അതിൻ്റെ അന്നദാനം നടത്തുമ്പോൾ സ്ത്രീകൾക്ക് ഫ്രീയും പുരുഷന്മാർ പൈസയും കൊടുക്കുന്ന, അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നില്ല. അതേപോലത്തെ പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ എന്ന് പറയുന്ന സർക്കാർ ബസ്. സ്ത്രീകളും പുരുഷന്മാരും കൊടുക്കുന്ന പൈസ നികുതിയിൽ നിന്ന് അടച്ചു കൊടുക്കുന്ന ബസ്സാണല്ലോ സർക്കാർ ബസ്. അതിനകത്തുനിന്ന് പുരുഷന് മാത്രം ഫ്രീ ഇല്ല എന്ന് പറയുന്നത് ന്യായമല്ല. അത് ഞാൻ പ്രതിഷേധിക്കാനോ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി പറയുന്നില്ല, ന്യായത്തിൻ്റെ ഭാഗത്ത് പറയുന്ന. അത് ഗവൺമെൻറ് ഇടപെട്ട് അത് പുരുഷന്മാർക്ക് കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കണം, ന്യായം നടത്തണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ന്യായം നടത്തണം.